സർ, ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. സർ, ഇന്ന് ജനുവരി 30 ഇന്ത്യയുടെ ബഹുമാന്യനായ രാഷ്ട്രപിതാവിനെ മഹാത്മാഗാന്ധിയെ മതഭ്രാന്തന്മാർ കൊല ചെയ്തതിൻ്റെ 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. സാർ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച കുറുക്കോളി സാറ് നവകേരള സദസ്സിൻ്റെ പര്യടനത്തിൻ്റെ സമയം ആരൊക്കെയോ തെരുവിൽ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. നാട്ടുകാർ പക്ഷേ പറയുന്നത് ആ പര്യടന സമയത്ത് UDF ആരും തന്നെ ഉണ്ടായില്ല, എല്ലാവരും മാളത്തിൽ ഒളിച്ചെന്നാണ്. അപ്പോൾ അത് ഓർത്തിട്ടാണോ അദ്ദേഹം സഭയിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്ന് ഒരു സംശയമുണ്ട്. ആ ഒരു വിഷയത്തിൽ ഞാൻ അത് മാത്രമേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സാർ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളുടെ പെരുമാറ്റം അത്യന്തം പ്രതിഷേധാത്മകമായി മാറുന്ന സന്ദർഭത്തിലാണ് ഈ നന്ദി പ്രമേയ ചർച്ചകൾ നാം നടത്തുന്നത്. ഒരു ഗവർണർ എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഉദാഹരണമായി കേരള ഗവർണർ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ ജനാധിപത്യത്തിൻ്റെ റഫറൻസ് ആക്കാവുന്നതാണ്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭരണത്തോട് എത്ര നിഷേധാത്മകമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. സർ, കഴിഞ്ഞ ദിവസത്തെ നിലമേൽ സമരാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ പ്രവർത്തനങ്ങൾ ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തോട് ഇവിടെ ചില സഹപ്രവർത്തകർ ഉപമിക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് സാദൃശ്യം തോന്നിയത് തുപ്പൽ കോളാമ്പി തട്ടിമറിച്ച നാരായണനോടാണ്. പ്രജാസഭയിൽ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയ നാരായണൻ തുപ്പൽ കോളാമ്പി തട്ടിമറിച്ച് എല്ലാവരുടെയും ദേഹത്ത് തെറിപ്പിച്ചു. പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാവരും നാരായണനെ ശ്രദ്ധിച്ചു. അതുപോലെയാണ് കേരള ഗവർണറും. എന്ത് കോമാളി വേഷവും കെട്ടി തൻ്റെ സാന്നിധ്യവും താൻ വിശ്വസിക്കുന്ന ഫാസിസ്റ്റ് ആശയത്തിൻ്റെ സാന്നിധ്യവും ഉറപ്പിക്കാൻ അദ്ദേഹം നോക്കുകയാണ്. പക്ഷേ ഗവർണർ ഒന്നോർക്കണം, ഇത് കേരളമാണ്, ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. വാരിക്കുന്തം കൊണ്ട് സർ CP ഓടിച്ച സമരചരിതമുള്ള മണ്ണിന്റെ മക്കളാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഓർത്താൽ നല്ലത്. അല്ലാതെ മാപ്പിരെന്ന് ചെരുപ്പ് നക്കിയവരുടെ ചരിത്രമല്ല കേരളത്തിനും ഉള്ളതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഓർക്കുന്നത് നന്നായിരിക്കും. സാർ, സംസ്ഥാനം രൂപീകൃതമായി 67 വർഷം പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ 6.25 ദശകങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അത്ഭുതപൂർവമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മാനവ വിഭവ സൂചികയിൽ സംസ്ഥാനം രാജ്യത്ത് ഒന്നാമതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ നമ്മൾ വികസിത രാജ്യങ്ങൾക്ക് ഒപ്പമാണ്. സാക്ഷരത, ജനകീയാസൂത്രണം, അധികാര വികേന്ദ്രീകരണം, സ്ത്രീ ശാക്തീകരണം എന്നിവയിലെല്ലാം നമ്മൾ രാജ്യത്തിന് മാതൃകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലും നാം ബഹുദൂരം മുന്നിലാണ്. കേരളത്തിന്റെ ദാരിദ്ര്യ നിരക്ക് 40% നിന്ന് 0.6% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നാം നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ്. ഈ നേട്ടങ്ങൾ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ല എന്നത് നാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാർ, കേരളത്തിൻ്റെ വികസന പാത ക്ലേശകരമായിരുന്നു എന്ന വസ്തുത ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇടപെടലുകൾ, മണ്ണിലും തൊഴിൽശാലയിലും പണിയെടുത്തവർ അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങൾ, നാടുവാഴി സമ്പ്രദായത്തിനെതിരെയും ദിവാൻ ഭരണത്തിനെതിരെയും നടന്ന പ്രക്ഷോഭങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി നടത്തപ്പെട്ട ജനകീയ ഇടപെടലുകൾ, ഇവയെല്ലാം ചേർന്ന് സൃഷ്ടിച്ച മാറ്റങ്ങളാണ് നമ്മുടെ പുരോഗതിക്ക് അടിത്തറ പാകിയിട്ടുള്ളത്. ലോകം അംഗീകരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് ഇതിൻ്റെ എല്ലാം ഫലമായാണ് സർ. എന്നാൽ ഇതിനെയെല്ലാം തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ പ്രതിനിധിയായി കേരള ഗവർണറും നടത്തുന്ന രാഷ്ട്രീയ പൊറാട്ട് നാടകം നാം തിരിച്ചറിയേണ്ടതുണ്ട്. സർ, നാരീ ശക്തിയും മോദി ഗ്യാരണ്ടിയുമാണല്ലോ ഇപ്പോഴത്തെ BJPയുടെയും പ്രധാനമന്ത്രി ശ്രീ മോദിയുടെയും രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ 2 വാക്കുകൾ. എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് താരതമ്യം ചെയ്തുകൊണ്ട് വിശകലനം ചെയ്യാവുന്നതാണ്. മോദി ഭരണത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് വിശിഷ്യ BJPയുടെ ഇരട്ട എഞ്ചിൻ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിവർഷം പെരുകുന്നതായാണ് ഡിസംബറിൽ പുറത്തുവന്ന 2022 നാഷണൽ ക്രൈംസ് റിപ്പോർട്ട് ബ്യൂറോയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. റിപ്പോർട്ട് വർഷത്തിൽ സ്ത്രീകൾക്കെതിരെ 4,45,256 കുറ്റകൃത്യങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2020 3,71,503 2021 4,28,278 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാനത്താണ് 2022 17,000-ഓളം കേസുകൾക്ക് വർധനവ് ഉണ്ടായിരിക്കുന്നത്. BJP ഭരണത്തിൽ ഇന്ത്യൻ സ്ത്രീ ജീവിതങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയുടെ ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. സർ, നാരി ശക്തിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ മേനി നടിക്കൽ രാജ്യത്തെ സ്ത്രീകളുടെ യഥാർത്ഥ അവസ്ഥ മറച്ചുവെച്ചുകൊണ്ടാണ് എന്നതിന് ഇതിൽ പരം ഒരു തെളിവിന്റെ ആവശ്യമില്ല.
സർ, ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്തെ സ്ത്രീ പദവി നിർണ്ണയിക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ലോകത്തിലെ 146 രാജ്യങ്ങളിൽ 127 സ്ഥാനത്താണ് ഇന്ത്യ. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി ആക്രമിച്ചപ്പോഴും വനിതാ ഗുസ്തി താരങ്ങൾ അപമാനിതരായപ്പോഴും ഒരക്ഷരം മിണ്ടാതിരുന്ന മോദിയാണ് നാരീശക്തിയെ പറ്റി അഭിമാനിക്കുന്നത്. സ്ത്രീ പദവിയുടെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് സർ കേരളം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1040/1000 ഇക്കാര്യത്തിൽ ദേശീയ ശരാശരി 940/1000. സ്ത്രീകൾ നയിക്കുന്ന കുടുംബാംഗങ്ങൾ കേരളത്തിൽ 22%, രാജ്യത്ത് 11%. 2020 കണക്കനുസരിച്ച് 10നും 49നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ സാക്ഷരത കേരളത്തിൽ 98.3, രാജ്യത്ത് 71.5 സർ. സ്ഥിരം വേതനമുള്ള സ്ത്രീകൾ രാജ്യത്ത് 22.6% കേരളത്തിലേത് 44.3%. കൗമാരക്കാരിലെ ഗർഭധാരണ നിരക്ക് രാജ്യത്ത് 6.5% കേരളത്തിൽ 2.4 മാത്രമാണ്. രാജ്യത്തെ സ്ത്രീകൾ പ്രത്യുൽപാദന പ്രക്രിയ പരിധിയിൽ വരുന്നവരിൽ 54% പേരും വിളർച്ച രോഗം ബാധിച്ചവരാണ് എന്നുള്ളതും നാം നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ആയുർദൈർഘ്യം കേരളത്തിൽ 77.9, രാജ്യത്ത് 70.7. സർ, ഇത്രമേൽ സ്ത്രീകൾ മുഖ്യധാരയിൽ വന്ന ഒരു സംസ്ഥാനത്ത് വന്നാണ് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത്. മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം എന്നല്ലാതെ എന്തു പറയാനാണ് സർ? സാർ, ഇനി മോദി ഗ്യാരണ്ടി നിങ്ങൾക്ക് സഹിക്കില്ല. കാരണം നിങ്ങളെല്ലാവരും കൂട്ടത്തോടെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരാണല്ലോ. ഇനി മോദി ഗ്യാരണ്ടി. സാർ, മേൽപ്പറഞ്ഞതിനെ പോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയാണോ മോദി ഗ്യാരണ്ടി? വർദ്ധിക്കുന്ന തൊഴിലില്ലായ്മയും വിലക്കയറ്റുമാണോ സാർ മോദി ഗ്യാരണ്ടി? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതാണോ സാർ ഈ രാജ്യത്ത് മോദി നൽകുന്ന ഗ്യാരണ്ടി? എന്തിന് പാർലമെന്റിൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് അവസരം കൊടുക്കാതെ ഏകാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണോ സാർ മോദി ഗ്യാരണ്ടിയായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്? സാർ, ഇന്ത്യയിൽ ബോഫേഴ്സ് അഴിമതി കേസ് നടന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളെ കുറ്റം പറയാനല്ല വന്നത്, നിങ്ങൾ നന്നായി എന്ന് പറയാനായിട്ടാണ് വന്നത്. ആ കാലഘട്ടത്തിൽ സാർ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച 3 പ്രാവശ്യമാണ് സഭ നിർത്തിവെച്ച് നടത്തിയത്. സർ, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. പാർലമെന്റിൽ ചർച്ചകൾ അനുവദനീയമായിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സർ, KC പന്ത് അദ്ദേഹത്തെ നിർത്തി അന്ന് KP ഉണ്ണികൃഷ്ണനും അതോടൊപ്പം തന്നെ മധു ദന്തവതയും സോമനാഥ് ചാറ്റർജിയും ഒക്കെ നിർത്തി പൊരിച്ച കഥകൾ ഞങ്ങൾ അന്ന് ചെറുപ്പമായതുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ഓർമ്മയിൽ പത്രത്തിലൂടെ വായിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട്. സാർ, അങ്ങനെ ഒരു കാലം നമ്മുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എങ്ങനെയാണ് സാർ? അവിടെ ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടക്കുന്നില്ല. നോട്ട് നിരോധനത്തിന്റെ പേരിൽ ചർച്ച വേണം എന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തെ ഉടൻ തന്നെ അവിടെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാർ, പെഗാസസ് ഫോൺ ചോർത്തൽ ഇടതുപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരുടെയും പത്രപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നതിന്മേൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യണം. സാർ, അമേരിക്കയിൽ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തത് ഇതേ വിഷയത്തിലുള്ള നടപടിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മുടെ ജനാധിപത്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റിൽ അത്തരത്തിലുള്ള ഒരു കാര്യം വന്നപ്പോൾ അതിന് ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് എത്ര മേൽ അപമാനകരമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ആലോചിക്കുകയാണ്. സാർ, ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനമൊക്കെ നമ്മളെല്ലാവരും കണ്ടല്ലോ. ഭയങ്കര മോഡി കൂടി, അല്ലെങ്കിൽ ആ പാർലമെന്റിനെ പറ്റി ഇനി വർണ്ണിക്കേണ്ട കാര്യമില്ല. അതിന്റെ രൂപവും സാദൃശ്യവും എല്ലാം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങും നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഭരണഘടനാ തലവൻ രാഷ്ട്രപതിക്ക് ആ ഒരു കാര്യത്തിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണ് എന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം പണിതപ്പോൾ സാർ, അവിടുത്തെ സെക്യൂരിറ്റിയെ പറ്റി നമുക്ക് എന്താണ് ചിന്തിക്കുവാനുള്ളത്? സാർ, ഇവരുടെ ഒരു തോന്നല് അത്രയൊക്കെ സെക്യൂരിറ്റി മതി, ഞങ്ങൾ ഈ വർഷം അങ്ങ് പോകുമല്ലോ, പിന്നെ വരുന്നവർക്ക് സെക്യൂരിറ്റി വേണ്ട എന്നുള്ള രീതിക്കാണോ അത്തരത്തിൽ സെക്യൂരിറ്റിയുടെ കാര്യമായ ഒരു രീതി ഇല്ലാതെ ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊരു സംശയമുണ്ട്. സാർ, ആ പാർലമെന്റിനകത്തേക്ക് 2 or 3 യുവാക്കൾ ചാടി വീഴുന്നതും പുക ഇട്ടുകൊണ്ട് അവിടെ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതുമെല്ലാം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. സാർ, അതേപ്പറ്റി ഒരു ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ, നിങ്ങളുടെയും കൂടി ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഈ ഭരണകൂടം മാറിയാൽ സാർ, ഇനി ചർച്ച വേണ്ട, ഒരു സ്റ്റേറ്റ്മെന്റെങ്കിലും
ഭരിക്കുന്ന ഭരണകൂടത്തിന് അതിൻ്റെ പേരിൽ ഇറക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ കശാപ്പുകാരായി ഇവരെ ചരിത്രം രേഖപ്പെടുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സാർ. അത്രമേൽ കലുഷിതമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സാർ. ഒപ്പം തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇതെല്ലാം സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പക്ഷെ ഒന്നുണ്ട്, കേരളത്തിലെ LDF സർക്കാർ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ പ്രമുഖ ഇടതുപക്ഷ പുരോഗമന ശക്തിയാണ്. അത് അധികാരത്തിൽ വന്നതും തുടരുന്നതും അനിഷേധ്യമായ ജനപിന്തുണയോടെയാണ്. മോദിയുടെ ഏത് ഗ്യാരണ്ടിയെയും പ്രതിരോധിക്കാനുള്ള കരുത്തും ജനപിന്തുണയും ഈ സർക്കാരിനും അതിനെ പിന്തുണക്കുന്ന ജനങ്ങൾക്കുമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുന്നു.